അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പാൽ കൊണ്ട് നല്ല അടിപൊളി ഒരു സ്വീറ്റായിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ട് ആരും അങ്ങനെ ഒരു ഉണ്ടാക്കാത്ത ഡിഷായിരിക്കും ഇത്. പക്ഷേ ഞാനിതിൽ പെട്ടെന്ന് എങ്ങനെയാണ് ഈ ഡിഷ് ഉണ്ടാക്കുകയെന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതുണ്ടാക്കി നോക്കും വേണം കേട്ടോ. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഞാനിതിൽ എല്ലാതും ശരിക്കും ഇതിൽ ട്രിക്സും കാര്യങ്ങളൊക്കെ ഞാനിതിൽ പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. പിന്നെ അത് കുറച്ച് കോസ്റ്റ്ലിയാണ് കേട്ടോ. അതിൽ സാഫ്രോൺ വേണം, കുങ്കുമപ്പൂവ്, പിന്നെ നമുക്ക് റോസ് പെറ്റൽസും വേണം. റോസ് പെറ്റൽസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ റോസ് വിരിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ അത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് ഉണ്ടാക്കണത് നമുക്ക് നോക്കാം. നല്ല അടിപൊളി ഡിഷാണ് കേട്ടോ. നല്ല സ്വീറ്റാണ്, ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഒന്നും പാലിലിടണ്ട, ഡയറക്റ്റ് പാല് തിളപ്പിക്കാൻ വെക്കുക. എന്നിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇടക്ക് നിർബന്ധമല്ല. അങ്ങനെ ഞാൻ വിനീഗറാണ് എടുക്കുന്നത്. വിനീഗർ ഇല്ലയെന്നുണ്ടെങ്കിൽ നാരങ്ങൻ്റെ ജ്യൂസ് ആയാലും മതി. അങ്ങനെ അത് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണ് തള വരാനാവുമ്പോഴാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പാല് തിളക്കണ്ട, തിള വരാനാവുമ്പോൾ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ പാല് പിരിഞ്ഞതിൻ്റെ ശേഷം ഞാൻ നല്ലൊരു വെള്ള കോട്ടനോ അല്ലെങ്കിൽ ഞാനൊരു തോർത്താണ് എടുത്തിട്ടുള്ളത്. നല്ല വൃത്തിയുള്ളൊരു തോർത്ത് എടുത്തിട്ട് ഞാൻ അതിലേക്ക് ഈ മിൽക്കിനതിലേക്ക് ഒഴിച്ചു. പിരിഞ്ഞ അതിനെ ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഒരു 2-3 മണിക്കൂർ ഇതൊന്ന് കെട്ടി തൂക്കണം. അതിൻ്റെ ശേഷമുള്ള പരിവാണ് ഇങ്ങനെ കേട്ടോ. ഇനിയാണ് ഇതിൻ്റെ ടാസ്ക് കിടക്കുന്നത്. അതുവരെ നമുക്ക് വലിയ പ്രശ്നമില്ല, പെട്ടെന്ന് റെഡിയാവും. ഇനി ഞാൻ നമ്മളെ കൈപ്പത്തിൻ്റെ ബാക്ക് വശം ഉണ്ടല്ലോ, തള്ളവിരലിനോട് ചേർന്ന ആ ഭാഗം കൊണ്ടാണ് നമുക്കിത് കുഴക്കേണ്ടത്. അപ്പോൾ ഞാൻ 2-3 ലിറ്ററൊക്കെ വെച്ചിട്ട് എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ കുഴക്കണ ആ ഒരു കാര്യം ആലോചിച്ചിട്ട് ഞാൻ കുറേ നാളായിട്ട് ഉണ്ടാക്കിയിരുന്നു. പിന്നെ കേക്കിന് ഓർഡർ വന്നപ്പോൾ, രസമലായി എന്നാണ് ഇതിൻ്റെ പേര്. കേക്കിന് ഓർഡർ വന്നപ്പോൾ ഞാൻ 1 ലിറ്റർ പാല് വെച്ചിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നിയാണ് മിക്സിയിലിട്ടൊന്ന് കറക്കി നോക്കി അങ്ങനെ ഉണ്ടാവുമെന്ന്. ഞാനത് സക്സസ് ആവുമെന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാതിരുന്നത്. അങ്ങനെ ഞാനിതെല്ലാം കൂടി എടുത്തിട്ട് മിക്സിയിലൊന്ന് ഇട്ടു. വാട്ടർ പാലിൽ നിന്ന് നമ്മൾ തിളച്ചിട്ട് ഒഴിക്കണ വെള്ളം ഉണ്ടല്ലോ, അത് നമ്മൾ കളയരുത്. ഈ ഭാഗം കൊണ്ടാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. അങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കുറേ നേരം വെച്ച് കുഴച്ച് ഇത് ക്രാക്കില്ലാണ്ട് കുഴച്ചെടുക്കും വേണം. നമുക്ക് ക്രാക്കില്ലാതെ ഇത് ബോൾസ് ആക്കിയിട്ട് എടുക്കും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ നല്ല ബുദ്ധിമുട്ടാണ്, കുറേ ടൈമും വേണം. അങ്ങനെ ഞാൻ മിക്സിയിലിട്ടിട്ട് നമ്മൾ പാലിൽ നിന്ന് കിട്ടുന്ന വെള്ളം ഉണ്ടല്ലോ, അതാണ് ആ വെള്ളം. ഇതിൽ വരുന്നത് നമ്മൾ കളയരുത്. ടീസ്പൂൺ നമ്മൾ മിക്സിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തതാണ്. എന്നിട്ട് ഞാൻ ബോളാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്ന് കുഞ്ഞു ബോളാക്കുക, എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എടുത്ത് ബോളുകളാണുള്ളത്. ബോളെല്ലാം ഒന്ന് പ്രസ് ചെയ്തെടുത്ത് അപ്പോൾ അതിന് പറയാം ഇഡ്ഡലിൻ്റെ ഒക്കെ ചെറിയ കുഞ്ഞ് ഇഡ്ഡലിൻ്റെ ഒക്കെ പോലെ. എന്നിട്ട് ഞാൻ പിന്നെ ഒരു ഗ്യാസ് സ്റ്റൂവിൽ ഞാൻ 1/2 ലിറ്റർ പാല് തിളപ്പിക്കാൻ വെച്ചു. 1 ലിറ്റർ പാലുകൊണ്ട് കിട്ടിയതാണ് കേട്ടോ അത്. പിന്നെ 1/2 ലിറ്റർ പാല് ഒരു ഗ്യാസ് സ്റ്റൗവിൽ തിളപ്പിക്കാൻ വെച്ചു. 1 കപ്പ് വെള്ളം ഞാൻ അപ്പുറത്തെ ഗ്യാസ് സ്റ്റൗവിൽ, 2 ഗ്യാസ് സ്റ്റൗവിലും, 1 ഗ്യാസ് സ്റ്റൗവിൽ വെള്ളം, 1 ഗ്യാസ് സ്റ്റൗവിൽ 1/2 ലിറ്റർ പാലും. അങ്ങനെ ഞാൻ വെള്ളം നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 5-6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് വെള്ളം എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ബോളാക്കി വെച്ച് ഈ കുഞ്ഞു ബോളിനെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കണം, ഇത് പൊട്ടണുണ്ടോ നോക്കണം കേട്ടോ. അങ്ങനെ ഞാനിത് നല്ലോണം തിളച്ച് വരുമ്പോൾ ഇത് ഡബിൾ സൈസ് ആയിട്ട് വരും. എന്നിട്ട് നല്ലോണം തിളച്ചിട്ട് നമുക്ക് ഓഫാക്കിയിട്ട് ചൂടാറോളം വെക്കണം. എല്ലാം ചൂടാറി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്ത പ്രോസസ്സ് തുടങ്ങണം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കൊരു റെമഡി ഉണ്ടാക്കുകയാണ്. ഞാൻ മിൽക്ക് വെച്ചിട്ട് 1/2 ലിറ്റർ പാല് ഞാൻ അടുപ്പത്ത് വെച്ചല്ലോ ഗ്യാസ് സ്റ്റൗവിൽ. അതിലേക്ക് ഞാനൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒഴിച്ചു കൊടുത്തു. മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേക്കും എൻ്റെ പാല് തിളച്ച് പോയിട്ട് എന്നുള്ള പ്രശ്നമാണ് പാല് തിളച്ച് പോവുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ പ്രശ്നമുണ്ടോ? പാല് വെക്കും, ഞാൻ ശ്രദ്ധ ഇല്ലാണ്ട് വേറെ എവിടേക്കെങ്കിലും പോവും. എന്നും എനിക്കുള്ള പ്രശ്നമാണ്. എൻ്റെ ഗ്യാസ് മുഴുവൻ ഇങ്ങനെയാണ് ഇവിടെ കിടന്നിട്ടുള്ളത്. പിന്നെ ഗ്യാസ് കത്തൂല. അങ്ങനെ ഞാൻ നല്ലോണം പാലിനെ കുറുക്കിയെടുക്കണം കേട്ടോ. അത് കണ്ടോ, പാല് നല്ലോണം കുറുക്കിയെടുത്തതാണ്. അതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് സാഫ്രോൺ ഇട്ടുകൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ റോസ് പെറ്റൽസും ഇട്ടുകൊടുത്തു. നമുക്ക് ഏലക്ക നല്ലോണം പൊടിച്ചിട്ടിട്ട് കൊടുക്കണം. ഏലക്ക കുത്തി ചതച്ചിട്ട് കൊടുക്കരുത്. നമുക്കത് ഇങ്ങനെ ഏലക്കൻ്റെ സീഡ് കടിക്കുമ്പോൾ നമുക്ക് ഒരു ജാതി എന്താ പറയുക ഒരു ടേസ്റ്റ് തോന്നില്ല. പിന്നെ നമുക്ക് കളർ ഉണ്ടെങ്കിൽ കളറും ഒരു 2 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് ഞാൻ കേക്കിന് ഒഴിക്കണ കളറാണ്. അങ്ങനെ ഞാൻ ഈ റെമഡി അവിടെ ഉണ്ടാക്കിയിട്ട് റെഡിയാക്കി വെച്ചു. അതിൻ്റെ ശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചതിന് രസഗുള എന്നാണ് പറയുക.
അത് ഞാൻ അതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ഞാനിതിലേക്ക് ഈ പാല് ഉണ്ടാക്കി വെച്ചില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വെള്ളം ഒഴിവാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഷുഗർ സിറപ്പ് വേണ്ട, അത് ഒഴിവാക്കിയതിൻ്റെ ശേഷം ഓരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പാല് നല്ല തിളച്ച് കുറുകി വന്നതിൻ്റെ ശേഷമാണ് മിൽക്ക് മെയ്ഡും ഷുഗറും ഇട്ട് നല്ലോണം ഇളക്കി കുറുക്കി വന്നതിൻ്റെ ശേഷമാണ് ഞാൻ സാഫ്രോണും റോസ് പെറ്റൽസും നിങ്ങളെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ റോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പാന് ചൂടാക്കിയിട്ട് നല്ല ചൂടാക്കി ഓഫാക്കിയതിൻ്റെ ശേഷം ഈ റോസ് പെറ്റൽസ് അതിലേക്ക് അതിലേക്കിട്ട് ഒരു 10 മിനിറ്റ് വെച്ചാൽ റോസ് പെറ്റൽസ് ആയി. എന്നിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുത്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പിയും ചെയ്യാം കേട്ടോ. പക്ഷേ സാഫ്രോൺ എന്തായാലും വേണം. അതാണ് ഇതിൻ്റെ ടേസ്റ്റും ആ രുചിയും മണമൊക്കെ അതിലാണ് വരുന്നത്. അങ്ങനെ ഞാനത് ഇട്ട് കൊടുത്തു. ഓരോ രസഗുളയും ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അതിൻ്റെ ശേഷം ഞാൻ എന്താ പറയുക ഏലക്ക പൗഡറും പിന്നെ ഞാൻ കുറച്ച് പിസ്തയും കൂടി കൂടിക്കാണ്ടാണ് പൊടിച്ചിട്ട് ഇതിലേക്ക് ഒരു ലേശം ഒരു 1.5 ടീസ്പൂൺ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിസ്ത പൊടിച്ചതും ഏലക്കൻ്റെ പൗഡറും. ഈ പിസ്തയും ഇതിൽ സാഫ്രോണാണ് ഈ രസ്മലായിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത്. കളറൊക്കെ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ കുറച്ച് നേരം വെച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കണം. അപ്പോഴേക്കും ഈ പാലിൻ്റെ ടേസ്റ്റ് മുഴുവനും ഈ രസഗുളയിലേക്ക് ഇറങ്ങി വരണം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. നല്ല ടേസ്റ്റുമാണ്. സ്പോഞ്ച് പോലെ ഉണ്ട് കഴിക്കാൻ, എല്ലാവർക്കും ഇഷ്ടമാവും. മധുരമൊക്കെ നമ്മളെ പാകത്തിന് ഇടുകയാണെന്നുണ്ടെങ്കിൽ വല്ലാണ്ട് മധുരം ഇടാതെയൊക്കെ നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയാണ്. ഞാൻ ആദ്യം ഇത് റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ ഗ്യാസ് സ്റ്റവ് കത്തിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഈ രസഗുള ഇട്ട് കൊടുക്കുന്നത്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഒന്ന് സിമ്മിലാക്കി വെച്ചിട്ട് ചൂടാക്കിയതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ആദ്യമൊക്കെ റെഡിയാക്കി വെച്ചു അവിടെ. എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പിസ്തൻ്റെ പൗഡറും ഇത് ഞാൻ ഏലക്ക പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂണ്. അതിൻ്റെ ശേഷം ഞാൻ പിസ്ത പൗഡർ മിക്സിയിൽ പൊടിച്ചതാണ്. ഏലക്ക പൗഡറും പിസ്തൻ്റെ പൗഡറും കൂടി 1 ടീസ്പൂൺ അതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓഫാക്കിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് മൂടി വെച്ചതിൻ്റെ ശേഷം കുറച്ച് നേരം ചൂടാറണ വരെ അവിടെ ഇരിക്കട്ടെ. പിസ്ത പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഓഫാക്കിയതിൻ്റെ ശേഷം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇളക്കിയിട്ട് അവിടെ റെഡിയാക്കി വെക്കുക. ചൂടാറിയതിൻ്റെ ശേഷമാണ് പിന്നെ ഞാനിതിലേക്ക് കേക്ക് ഉണ്ടാക്കുന്നത്. ഇതാണ് രസഗുള കേട്ടോ. രസഗുള ഉണ്ടാക്കിയതിൻ്റെ ശേഷം രസമലായി. ഇത്ര പണിയുള്ളൂ രസമലായി ഉണ്ടാക്കാൻ. ഒരു 20 മിനിറ്റ് കൊണ്ട് നമുക്ക് സംഭവം റെഡിയാവും. അത് നമുക്ക് ആ കുഴച്ചെടുക്കുന്ന ടൈമാണ് നമുക്ക് ഒത്തിരി നേരം വേണ്ടത്. ഇത് ഞാൻ പറഞ്ഞല്ലോ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. അപ്പോൾ നല്ല ഉഷാറായിട്ട് പിന്നെ ഒന്ന് നമുക്ക് പ്ലേറ്റിലിട്ടൊന്ന് കുഴച്ചെടുത്താൽ നല്ല ഉഷാറായിട്ട് ക്രാക്കില്ലാത്ത ബോൾ കിട്ടും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ. ഇനി ഞാനിത് വെച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കണേ. അപ്പോൾ ഇനി കേക്ക് ഉണ്ടാക്കണത് ഇഷ്ടമുള്ളവർക്ക് കണ്ടാൽ മതി. അല്ലെങ്കിൽ ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഇതിൻ്റെ ശേഷം ഞാൻ ഇത് ബൗളിലേക്ക് ഇട്ടതിൻ്റെ ശേഷം ഞാൻ കുറച്ച് സാഫ്രോൺ ഇട്ട് കൊടുക്കുന്നുണ്ട്, റോസ് പെറ്റൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. റോസ് പെറ്റൽസ് ഞാൻ പറഞ്ഞില്ല കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പാന് ചൂടാക്കിയിട്ട് അതിൽ ചൂടാക്കി ഓഫാക്കിയതിൻ്റെ ശേഷമാണ് കേട്ടോ റോസ് പെറ്റൽസ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നല്ലോണം ഡ്രൈ ആയതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുങ്കുമപ്പൂ എന്തായാലും വേണം കേട്ടോ. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. നല്ല കണ്ടാൽ തന്നെ അറിയില്ല, നല്ല സ്പോഞ്ച് പോലെ നല്ല അടിപൊളി ടേസ്റ്റുള്ള സംഭവമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇനി കേക്ക് ഉണ്ടാക്കണം. അപ്പോൾ കേക്കിൻ്റെ വിപ്പിംഗ് ക്രീം ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഈ രസ്മലായിയെ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മിൽക്കും അതിൻ്റെ റെമഡി എന്നാണ് അതിന് പറയുക. അതിൻ്റെ മിൽക്കും രസ്മലായിൻ്റെ ബോളും എല്ലാം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നട്ട്സും പിസ്തയും ബദാമും കാഷ്യും ഒക്കെ കൂടി മിക്സാക്കിയിട്ട് അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് മാംഗോ, കിവി, പിന്നെ ഫിഗ്. ഏറ്റവും ടേസ്റ്റ് ഇതിൽ ഫിഗാണ് വരുന്നത് കേട്ടോ. ഇതെല്ലാം കൂടിയാണ് ഞാൻ കേക്കിൽ അപ്ലൈ ചെയ്യണത്. ഞാൻ ആ മിൽക്കിൻ്റെ റെമഡി ഞാൻ ഷുഗർ സിറപ്പ് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഷുഗർ സിറപ്പ് എടുക്കണില്ല, പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. പാൽ ഇതേപോലെ കുറുക്കിയിട്ട് അതിലേക്ക് ഈ മിൽക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ കേക്ക് വെറ്റ് ചെയ്യണത്. എന്നിട്ട് പിന്നെ ഞാൻ രസമലായി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ഇട്ടിട്ടാണ് കേക്ക് ഫില്ല് ചെയ്യണത്. നല്ല അടിപൊളി ടേസ്റ്റുള്ള കേക്കാണ്. കേക്കിന് നല്ല കോസ്റ്റും ഉണ്ട് കേട്ടോ. അത്യാവശ്യം റേറ്റുള്ള കേക്കാണ്. കേക്കിൽ ഏറ്റവും ടേസ്റ്റുള്ള കേക്ക് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു കേക്ക് ഈ രസ്മലായി കേക്ക് പറയാം. ഞാൻ ഒത്തിരി കോമ്പറ്റീഷന് പങ്കെടുത്തിട്ട് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ കേക്കുമാണ് കേട്ടോ ഇത്. 4 കോമ്പറ്റീഷന് പങ്കെടുത്തിട്ട് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഈ കേക്കിന് നല്ല അടിപൊളി ടേസ്റ്റാണ്.
കഴിക്കാനൊന്നുമില്ല. ഞാൻ ഈ 4 ലെയർ കേക്ക് തന്നെ ചെയ്യലാണ് ഉണ്ടാക്കുന്നത്. കസ്റ്റമർക്ക് തന്നെ കൊടുക്കലാണ്. മിക്കവാറും 4 ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്യലുണ്ട്. ഞാൻ 4 ലെയർ വെച്ച് കേക്ക് റെഡിയാക്കിയിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ ഞാൻ അവർക്ക് 6 കപ്പ് കേക്ക് ഉണ്ടായിരുന്നു. അതും ഇതേ ടേസ്റ്റ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും രസമലായിൻ്റെ ഫില്ലിങ് മൊത്തം രസമലായിൻ്റെ സിറപ്പൊക്കെ ഒഴിച്ചിട്ട് തന്നെയാണ് കപ്പ് കേക്ക് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ കേക്ക് അവർക്ക് റെഡിയാക്കി കൊടുക്കുന്നത് കേട്ടോ. അവരെപ്പോഴും എൻ്റെ അടുത്ത് വാങ്ങണ കസ്റ്റമറാണ്. നമ്മളവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ആൾക്കാരാണ്. അവരെപ്പോഴും കോസ്റ്റ് കൂടിയ കേക്കാണ് കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങൽ. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയിട്ടുണ്ടായിരുന്ന ഫെറോറോ റോഷറാണ്. അത് അത്യാവശ്യം കോസ്റ്റുള്ള കേക്കാണ്. ടേസ്റ്റും കോസ്റ്റൊക്കെ ഉള്ള കേക്ക് തന്നെയാണ്. നമുക്ക് ടേസ്റ്റ് കൂടിയ കേക്ക് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു കേക്ക് ഇത് പറയാം. കേക്കുകളിൽ ഒരു കേക്ക് ഇത് തന്നെയാണ്. ഞാൻ ചെറിയൊരു സിമ്പിൾ ഡിസൈനൊക്കെ കൊടുത്തു. അവർക്ക് കേക്കിൻ്റെ മുകളിലും രസമലായിൻ്റെ ഡിസൈൻ തന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കപ്പ് കേക്കൊക്കെ റെഡിയാക്കി കേക്കിന് മുകളിൽ ഞാൻ രസമലായിൻ്റെ ഫില്ലിങ്ങും കൊടുത്തു. കുറച്ച് നമ്മൾ രസമലായിൻ്റെ ആ ബോളും അതിൻ്റെ റബ്ബിയൊക്കെ ഒഴിച്ചു കൊടുത്തു. ചെറിയ റോസ് പെറ്റൽസൊക്കെ കുറച്ചെടുത്തിട്ട് കേക്ക് ഫിനിഷ് ചെയ്തു. ഞാനിവിടെ 1300 രൂപയാണ് കേക്കിന് വാങ്ങിക്കൽ. 1400 ഞാൻ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് 1300 വാങ്ങിച്ചിട്ടുണ്ട്. അത്യാവശ്യം കോസ്റ്റുള്ള കേക്കാണ് ഞാൻ പറഞ്ഞല്ലോ. നല്ല പണിയുണ്ട് കേട്ടോ. അത്യാവശ്യം വരുന്ന കേക്കാണ്. കാരണം രസമലായി ഉണ്ടാക്കണം, രസഗുള ഉണ്ടാക്കണം, രസമലായി ഉണ്ടാക്കണം. അത്യാവശ്യം നമുക്ക് ടൈമും ഇതിൽ സ്പെൻഡ് ചെയ്യണം ഈ കേക്ക് ഉണ്ടാക്കണം. ലാസ്റ്റ് കപ്പ് കേക്കും അതേപോലെ തന്നെ ആക്കിയെടുത്തു.